Homage got the vibe, got the vibe, got the vibe, got the ഹേ ഗായ്സ്, ഞാൻ ദൃശ്വിനി. ഇപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പം ഈ രണ്ട് വണ്ടീൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളാണ്, പക്ഷേ ഇത് പുതിയ വണ്ടികളല്ല. ഇത് 1999 മോഡലും ഇത് 2003 മോഡലുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണ് ഇതിൻ്റെ ഓണറിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ പുള്ളിൻ്റെ മോനാണ് നമ്മൾ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അവനെ ക്ഷണിക്കാം അല്ലേ. അപ്പം ഇതാണ് പുള്ളീൻ്റെ മോൻ. നമുക്കിപ്പം ഇവരോട് തന്നെ ചോദിക്കാം. നീ നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് ജയ്ക്ക്. ഞാൻ ഈ വണ്ടികളെ കുറിച്ച് പറയാൻ വന്നതാണ്. ഓക്കെ, അപ്പം ഈ വണ്ടികളപ്പോൾ എത്ര കാലമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഒരു 10 കൊല്ലമായിട്ടുണ്ട്. രണ്ട് വണ്ടിയും. അപ്പം ഇത് ഫാദറിൻ്റെ വണ്ടിയല്ലേ രണ്ടും? ഇതിപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണോ അതോ ഇടയ്ക്ക് ഒക്കേഷണലായിട്ട് യൂസ് ചെയ്യുന്നതാണോ? ഇടയ്ക്ക് ഒക്കേഷനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വണ്ടിനെ കുറിച്ച് പറയാം അല്ലേ. അപ്പം ഇത് ഏതാണ് വണ്ടി? ഇത് ലൈറ്റ്നിങ് 535 ബുള്ളറ്റാണ്. ഇത് കുറച്ച് സാധാ ബുള്ളറ്റിനേക്കാളും പവർ കൂടിയാണ്. അപ്പം ഇതിന് എത്ര BHP വരുന്നത്? ഇത് 27 BHP ആണ്. അപ്പോൾ ഇത് നോർമൽ 500-നെക്കാട്ടും പവർ കൂടുതലാണോ? അതെ. അപ്പം വേറെ വലിയ വ്യത്യാസമുണ്ട്? ഇത് എൻജിൻ സാധാ 500-നെക്കാട്ടും ഡിഫറെൻറ്റ് പോലെയുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത് ലിമിറ്റഡ് എഡീഷനും വേണോ? ഇത് ലിമിറ്റഡ് സ്പെഷ്യൽ എഡീഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിനിപ്പം ഒറ്റ സീറ്റേ ഉള്ളൂ. ഇത് നിങ്ങൾ എക്സ്ട്രാ വെച്ചതാണോ അതോ കമ്പനി സിംഗിൾ സീറ്റാണോ വണ്ടി? നമ്മൾ വെച്ചതാ. അപ്പം എത്ര കാലം ഇങ്ങനെ വെച്ചിട്ട്? ഇത് ഈ അടുത്ത് ഫിറ്റ് ആക്കിയത്. അപ്പം ഇത് ഇത്ര പഴയ വണ്ടിയാണല്ലോ. അപ്പം ഇതിന്റെ ബ്രേക്ക് ഒക്കെ നിങ്ങൾ എടുത്താണോ? ഇതിന്റെ ഇതിന്റെ എടുക്കണം റീസ്റ്റോറേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ റീസ്റ്റോറേഷൻ പുറത്തുനിന്നാണോ ചെയ്യിപ്പിക്കുന്നത് അതോ നിങ്ങൾ സ്വന്തമാണോ ചെയ്യുന്നത്? നമ്മൾ തന്നെ ചെയ്യാം. ഫുള്ളും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? പെയിന്റിങ് വർക്ക് അതൊക്കെയോ? പെയിന്റിങ് പുറത്തുനിന്ന്, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സിംഗിൾ സീറ്റാണ് വരുന്ന വണ്ടി. അവർ മോഡിഫൈ ചെയ്തല്ലേ? നിങ്ങൾ മോഡിഫൈ ചെയ്ത സിംഗിൾ സീറ്റാണ്. പിന്നെ ഹാൻഡിൽ ബാർ നിങ്ങൾ എക്സ്ട്രാ കയറ്റിയതാണോ അതോ കമ്പനി ഹാൻഡിൽ ബാർ തന്നെയല്ലേ? ഇപ്പം നോർമൽ 500 ബുള്ളറ്റ് അല്ല വണ്ടി, കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പോലെ തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സാധാ ബുള്ളറ്റ് ഉള്ള പോലെയല്ല. ഇതിനകത്ത് ആമ്പുണ്ട്, പിന്നെ ടാക്കോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ് കാണാം, സ്പീഡോമീറ്റർ കാണാം. അപ്പം ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ പ്ലെയിൻ ആണ്. ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ന്യൂട്രൽ ലൈറ്റും ഹെഡ് ലാമ്പും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെയും കാണാം. വേറെ പിന്നെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. 535 cc ആണ് സാധാ ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കേസ് കണ്ടാൽ അറിയാം എന്തോ ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ക്രാങ്ക് എന്തോ ആ കേസ് തന്നെ ഒരു പഴയ വിൻറ്റേജ് വണ്ടീനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അത് കമ്പനി തന്നെയാണോ അതോ? കമ്പനിയാ? ഓക്കെ, അപ്പോൾ അതൊക്കെ കമ്പനിയാണ്. നിങ്ങൾ ടയറിൻ്റെ ഒക്കെ വീതി കൂട്ടിയതാണോ അതോ കമ്പനിയാണോ? എല്ലാം കമ്പനിയാണ്. ഇത് വണ്ടി ഓൾമോസ്റ്റ് സ്റ്റോക്കാണ്, സീറ്റ് ഒഴികെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ കേസ്. ഇതിൻ്റെ റെസ്റ്റോറേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ വിഷയം. ഇത് പെയിൻ്റ് അടിച്ചവർ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് ബ്രേക്കൊക്കെ എടുത്ത വണ്ടിയാണ്. ഇതിനൊരു KN എയർ ഫിൽറ്ററും കാണുന്നുണ്ട് ആഫ്റ്റർ മാർക്കറ്റ്. ഇതിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ട്. എയർ ഫിൽറ്റർ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയാം. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. ഓക്കെ, അപ്പം അതാണ് ഈ വണ്ടീൻ്റെ വാർത്ത. നീ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പം വണ്ടി ഓടിച്ചിട്ടില്ല, അവൻ ലൈസൻസ് ഇല്ല, നിങ്ങൾ കണ്ടറിയാലോ. അപ്പം ഇതാണ് ഈ വണ്ടീൻ്റെ വിശേഷം. ഇതൊരു കംപ്ലീറ്റ് വേറെ തന്നെ മോൺസ്റ്ററാണ്. ഇതൊരു കംപ്ലീറ്റ് മോൺസ്റ്ററാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത ഇവനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതേതാണ് വണ്ടി? ഇത് റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് AVL എഞ്ചിൻ 350. ഓക്കെ, അപ്പോൾ AVL എഞ്ചിനും നോർമൽ എഞ്ചിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? AVL എഞ്ചിന് ഒരു ഫോറിൻ കമ്പനിയാണ്. റോയൽ എൻഫീൽഡും AVLും കൂടിയിട്ട് കൊളാബറേഷൻ ഉണ്ടാക്കിയ വണ്ടിയാണ്. ഓക്കെ, അപ്പം അതും എഞ്ചിൻ അപ്പോൾ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് തന്നെയാണ്? അതെ. അപ്പം ഇതിന് സാധാ റോയൽ എൻഫീൽഡ് 350-നെക്കാട്ടും ഡിഫറെൻറ്റ് വല്ലതുണ്ടോ? ഇതിൻ്റെ എഞ്ചിൻ റോയൽ എൻഫീൽഡ് ലീൻ ആക്കിയിട്ട് മൈലേജ് കൂട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പം മൈലേജ് കൂട്ടാൻ വേണ്ടി ലീൻ ആക്കിയിട്ട് ഇറക്കി. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ സെക്കൻഡ് എടുത്താണോ ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മേടിച്ചതാണോ? സെക്കൻഡ് എടുത്തയാ. ഓക്കെ, അപ്പം ഇത് കിട്ടുമ്പോൾ വണ്ടി ഈ കണ്ടീഷനാണോ അതോ? കിട്ടുമ്പോൾ സ്റ്റോക്ക് ആയിരുന്നു, പക്ഷെ നമ്മൾ മോഡിഫൈ ചെയ്തായിരുന്നു. വലിയ മഡ് ഗാർഡും വലിയ ടയറിലായിട്ട്. ഓക്കെ, അതിപ്പോൾ അപ്പോൾ ബ്രേക്കിന് കയറ്റാൻ വേണ്ടിയല്ല ഊരിയതാണോ? അല്ല, ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയല്ല ഊരാ. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്കിന് കയറ്റെന്ന് പറയുന്നത് ഫിറ്റ്നസ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുന്നതാണ്. അപ്പോൾ ഫിറ്റ്നസിന് വേണ്ടി നിങ്ങളിപ്പോൾ സ്റ്റോക്ക് ആക്കിയേക്കുവാണ്. അപ്പം ഫിറ്റ്നസ് കഴിഞ്ഞാൽ തിരിച്ച് പഴയ രൂപത്തിലാക്കുമോ നിങ്ങൾ?
ഇല്ല, അപ്പോൾ വണ്ടി റോട്ടിലോടിക്കാൻ പറ്റില്ല, പോലീസ് ചെക്കിങ് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്ത റോഡിൽ ഇറക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ വണ്ടിയൊക്കെ കുറച്ച് ലുക്കാക്കിയിട്ട് ഓടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഞാൻ മോഡിഫിക്കേഷൻ പറയുമ്പം എക്സോസ്റ്റ് ഓവർ ഒച്ചയാക്കണം ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ചെറിയ മോഡിഫിക്കേഷനൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇത് 5 സ്പീഡല്ലേ, ഇവിടെ 5 സ്പീഡിന് എഴുതി കാണുന്നുണ്ട്. സാധാ നോർമൽ ബുള്ളറ്റും തമ്മിൽ ഇത് വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പം അത്രയാണ് ഈ വണ്ടീൻ്റെ വിശേഷം. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇവിടെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. നിൻ്റെ പേരൊന്നും കൂടെ പറ. ഞാൻ ജേക്ക്. നീ വണ്ടിപ്രാന്തനാണോ? കാറും ബൈക്കും ഇഷ്ടമാണ്. വളർന്നു വരുന്ന വണ്ടിപ്രാന്തനാണ്. ഇവൻ്റെ അടിപൊളി കസ്റ്റം സൈക്കിളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവൻ്റെ സൈക്കിൾ കളക്ഷൻസ് ഒക്കെ ആയിട്ട് അല്ലേ. ഇവന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അപ്പോൾ തുടങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഈ 2 വണ്ടികളെ പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഇവരുടെ അടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും പുതിയ ഇൻ്റർസെപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ വണ്ടിയുണ്ട്, പഴയ 2 സ്ട്രോക്ക് എല്ലാം. അപ്പോൾ അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ ഓരോന്നോരോന്നേ വീഡിയോ ഇടാം. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഇടുക. ഞാനപ്പോൾ അത് പറയാമല്ലോ. എനിക്കിപ്പോൾ ഈ വീഡിയോ എനിക്ക് റോയൽ എൻഫീൽഡിനെ കുറിച്ച് ഞാൻ വലിയ എക്സ്പേർട്ട് അല്ലെന്ന്. ഇപ്പോൾ ഒരു പുതിയ ന്യൂ ജനറേഷൻ KTM RN5 അങ്ങനത്തെ വണ്ടിയൊക്കെയാണ് ഞാൻ നല്ല എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. പവർ ഓടിയതാ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ നോർമൽ വേറെ ഏതോ ബുള്ളറ്റ് പോകുന്നു. ക്യാമറ റോളിംഗ് ആണോ? പാറോണേ വർക്കിംഗ് ആണോ അത്?